കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാദൃദാനനേന്തോ മമ വാജി വിജൃംഭതാം മുരാരേ മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ചലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വദാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഉണ്ണീ പോയി കുളിക്കൂ മതിമതികളിന്നേട്ടനെ കൂട്ടിപ്പോൾ ഉണ്ണാനെത്തേണമെന്ന ജനനി മൊഴിയവേ ചാരയെത്തും മുകുന്ദ തിണ്ണം നൽകൂ തമസ്സിന്നിരുള ഇരുളലയകലാനുള്ള തേജസ്സു കോലുന്നുണ്ണിക്കണ്ണന്റെ ഭാവം മമ ഹൃദിയുണരാൻ ഭാഗ്യമൻ ചാരുമൂർത്തേ. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമ. ഭഗവാന്റെ വിവാഹ കഥകൾ വരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞു അല്ലെ? ബാലലീലകൾ കഴിഞ്ഞ് ഭഗവാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഇനി ഓരോരോ ലീലകളും നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഭഗവാന്റെ ജന്മം മുതൽ തന്നെ നമ്മളൊന്നും അനുഭവിക്കാത്തതായിട്ടുള്ള ദുഃഖങ്ങൾ ആണ് ഭഗവാൻ അനുഭവിച്ചതെങ്കിൽ ദാ ഇനി ഭഗവാൻ ആദ്യമായിട്ടുണ്ടായതായിട്ടുള്ള ആ ഒരു കുഞ്ഞിക്കാല് തന്നെ നഷ്ടപ്പെടുന്ന ഒരു രംഗം. ഇതൊക്കെ എന്തിനാണ് ഭഗവാൻ അല്ലെങ്കിൽ ഇത് നമുക്ക് കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചാൽ, ഇതിന്റെ പേരിൽ നിങ്ങൾ വെറുതെ ദുഃഖങ്ങള് അല്ലെ തലയിൽ ഏറ്റി വെക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് പറയുകയാണ്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല. തനിക്ക് ഒരേ ഒരു ബന്ധം ആരോടെ ഉള്ളൂ? ശരിക്ക് ഒരേ ഒരു ബന്ധം, അത് നമ്മളുടെ ഉള്ളിൽ നമ്മളോട് ചേർന്നിരിക്കുന്ന കണ്ണനോട് മാത്രം, ആ പരബ്രഹ്മത്തിനോട് മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ എന്ന് ഉറപ്പിക്കാനാണ് അവിടെ. നമുക്ക് ആ കഥകളിലേക്ക് നോക്കാം. കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാഗുദ്രമന്യുന ദേഹോപപത്തയേ ഭൂയസ്തമേവ പ്രത്യപദ്യത. കാമദേവന്റെ അംശമായിക്കൊണ്ട് രുക്മിണിയില് ഭഗവാന് ഉണ്ടായതായിട്ടുള്ള ഉണ്ണിയാണ് പ്രദ്യുമ്നൻ. പണ്ട് ഒരു രാജാവ്, ശംബരാസുരൻ എന്ന് പേരായിട്ടുള്ളൊരു രാജാവ് ഭഗവാനെ തപസ് ചെയ്യും. എന്തിനാണ് ഈ അസുരന്മാരൊക്കെ തപസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ശരിക്ക്? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ തപസ്സും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, കിട്ടാത്തത് നേടാൻ വേണ്ടിയിട്ടുള്ള തപസ്സായിരിക്കും. ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങൾ അവർക്ക് നേടണം. എന്താ ഇപ്പം ഇപ്പം പൊതുവേ നോക്കുമ്പോ എന്താണ് എല്ലാവർക്കും ആഗ്രഹം? മരണം ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ ആസക്തി കൂടി 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 വരുമ്പം മരണം ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒക്കെ പ്രാർത്ഥന. ഹിരണ്യകശിപു തൊട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അല്ലെ? അപ്പൊ അങ്ങനെയായിരുന്നപ്പോഴും ഈ ശംബരാസുരനും ഭഗവാനോട് ഇതുപോലെ അവിടുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ബ്രഹ്മാവ് അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു, എന്താണ്? മരണമില്ലാത്ത ഒരവസ്ഥ ആർക്കും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്തു? ഹിരണ്യകശിപുവിന്റെ വഴി എടുത്തു. ആരെടുത്തു? ശംബരാസുരൻ. എന്താ ശംബരാസുരൻ എടുത്തത്? തന്നെ അല്ലേ കൊല്ലണമെങ്കിൽ ഒരൊറ്റ കാര്യം കൊണ്ട് ആകാവുള്ളൂ. എങ്ങനെ ആരെ ആകാവുള്ളൂ? കാമദേവനെ തന്നെ കൊല്ലാവുള്ളൂ എന്നുള്ള ഒരു വരം. അപ്പം ആ ഒരു വരം ഭഗവാൻ അവിടുന്ന് കൊടുത്തു ഈ ശംബരാസുരന്. അങ്ങനെ ആ കാമദേവൻ, തൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള കാമദേവനെ മഹാദേവൻ തൻ്റെ തൃക്കണ്ണുകളെ കൊണ്ട് ചുട്ടേരിച്ചു എന്നുള്ളൊരു കഥ
ആര് വന്ന് അറിയിച്ചു? ഇവിടെ നാരദ മഹർഷി ഇവിടുന്ന് വന്ന് അറിയിച്ചു. അറിയിച്ചതോടുകൂടി എന്തായി? ഈ പൊട്ടബുദ്ധിയായിട്ടുള്ള ശമ്പരാസുരൻ വിചാരിച്ചത്, ഇനി എന്തായാലും മരണമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ ദുർഭരണം ആരംഭിച്ചോടെ. പിന്നെന്തായി? പിന്നെ ഏകഛത്രാധിപതി ആയിക്കൊണ്ട് സകലതും വെട്ടിപ്പിടിക്കുകയും എല്ലാവരെയും ദുഃഖത്തിൽ ആക്കിക്കൊണ്ടുള്ള ഭരണം അവിടെ ആരംഭിച്ചു. ഇപ്പൊ ജനങ്ങൾക്കൊക്കെ എന്തെന്നില്ലാത്ത ഒരു ദുഃഖം, വിഷമമായി. അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ കാമദേവന്റെ അംശമായിക്കൊണ്ട് ഇപ്പോ രുക്മിണിക്ക് ഒരു ഉണ്ണി ഉണ്ടായ വിവരം ഇതും ആര് ചെന്ന് ശമ്പരാസുരനെ അറിയിച്ചു? അത് ശ്രീനാരദ മഹർഷി തന്നെ ശമ്പരാസുരന്റെ അടുത്ത് പറഞ്ഞു, അങ്ങിന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ നന്ദകനായിട്ടുള്ള അല്ലെ കാമദേവൻ മരിച്ചു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ കാമദേവന്റെ വരവായി അവിടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഇന്ന് രുക്മിണിക്ക് ഉണ്ടായിട്ടുള്ള ഉണ്ണി കാമദേവന്റെ അവതാരമാണ് എന്നുള്ളൊരു സത്യത്തെ ശമ്പരാസുരനെ അവിടെ അറിയിച്ചു. വേഗം തന്നെ എന്തായി? മരണത്തെ ഭീതിയായിക്കൊണ്ട് നമുക്ക് പലരെയും കാണാനറിയാം. ഹിരണ്യേശിപു ആയിക്കോട്ടെ, കംസനായിക്കോട്ടെ എന്ന് പറഞ്ഞ പോലെ വേഗം തന്നെ അത് മുളയിൽ തന്നെ നുള്ളിക്കളയുവാൻ വേണ്ടിട്ട് ശമ്പരാസുരൻ വേഗം ആ സൂതികാഗൃഹത്തിലേക്ക് അങ്ങ് ചെന്നു. 5 or 6 ദിവസമായിട്ടുള്ള ആ ഉണ്ണിയെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു വലിയൊരു സമുദ്രത്തിലേക്ക് എടുത്തെറിഞ്ഞു എന്ന് പറയുകയാണ്. സമുദ്രത്തിലേക്ക് എറിഞ്ഞതായിട്ടുള്ള ആ ഉണ്ണിയെ ഒരു വലിയൊരു മത്സ്യം അത് വിഴുങ്ങി. ആ മത്സ്യത്തെ ഒരു മുക്കുവന്റെ വലയിൽ കുടുങ്ങി. മുക്കുവൻ എന്തായി? മുക്കുവൻ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ മത്സ്യം. ഇപ്പൊ പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് രാജാക്കന്മാരുടെ അടുത്ത് കൊണ്ടുപോയി സമർപ്പിക്കണം എന്നാണ്. അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെ ചെല്ലണം? അത് രാജഭണ്ഡാരത്തിലേക്ക് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെക്കണം എന്ന് പറഞ്ഞ പോലെ ഈ വലിയ മത്സ്യത്തിനെ ആ ശമ്പരാസുരന്റെ അടുത്ത് തന്നെ കൊണ്ട് ഏൽപ്പിച്ചു. അങ്ങനെ കൊടുത്തോടുകൂടി എന്തായി? അവിടെ ആ മത്സ്യത്തെ വേഗം നേരെ തന്നെ അടുക്കളയിലേക്ക് കൊടുത്തു എന്ന് പറയാണ്. പിന്നെ അവിടെ അത് തന്നെയല്ല, അവിടെ അടുക്കളയിൽ ഒരു പുതിയൊരു അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്. ആരാണ്? മായാവതി. അതും നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. എന്താണ്? മായാവതിക്ക് അറിയാം അല്ലെ ആരെയൊക്കെ എങ്ങനെയൊക്കെയാണ് വീഴ്ത്തേണ്ടത് എന്നുള്ള രീതിയിൽ എല്ലാ മായാപ്രയോഗങ്ങളും അറിയാവുന്ന മായാവതിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുകൊണ്ട് ഈ ശമ്പരാസുരൻ എന്ത് ചെയ്തു? പലതും വെട്ടിപ്പിടിക്കുന്നതിന്റെ കൂടെ ഈ മായാവതിയെയും കൂടി തന്റെ കൊട്ടാരത്തിൽ കൊണ്ട് നിർത്തി അവിടെ. എന്നിട്ട് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തിയാ മതി എന്ന് പറഞ്ഞു. പിന്നെ പോരാ, അത് തന്നെയല്ല, ഇവിടെ ഒരു പ്രത്യേക ഒരു ഇത് പറയുന്നുണ്ട്. എന്താണ്? സൂതാമഹാനസം നീത്വാവദ്യൻ സ്വധിതിനാത്ഭുതം. അവിടെ പറയുന്നുണ്ട് ഈ മായാവതിക്ക് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ എന്താണ്? നിരൂപിത ശമ്പരേണ സൂപൗദന സാധനെ. പരിപ്പ് കൊണ്ടുള്ള പലതരത്തിലുള്ള കൂട്ടാനൊക്കെ വെക്കാൻ ആർക്കറിയാം? മായാവതിക്കറിയാം. അതിന്റെ ഒരു കേമത്വത്തിലാണ് അടുക്കളയിൽ കൊണ്ട് നിർത്തിയതെന്ന് പറയാണ്. എന്തായാലും എന്തായി? ഈ കിട്ടിയതായിട്ടുള്ള ആ മത്സ്യത്തെ മായാവതിയിൽ ഏൽപ്പിച്ചു. മായാവതിക്ക് ഏൽപ്പിച്ചതോടുകൂടി എന്തായി? നാരദ മഹർഷി ഈ മായാവതിയുടെ അടുത്തും വന്ന് യഥാർത്ഥമായിട്ടുള്ള സത്യങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? മായാവതി ആരാണ്? ശരിക്ക് രതീദേവിയാണ്. ആ രതീദേവിയുടെ പിന്നീടുള്ള അവതാരമാണ് ഇപ്പൊ മായാവതിയായിട്ട് ഇപ്പൊ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിതാ ആ മത്സ്യത്തെ അവിടുന്ന് വളർന്നു കഴിഞ്ഞപ്പോ ഒരു ഉണ്ണിയെ കാണുകയും ആ ഉണ്ണിയെ വളർത്തുവാനൊക്കെ ആരംഭിച്ചു. ഈ വിവരം അറിഞ്ഞോടുകൂടി നാരദ മഹർഷിയിൽ നിന്ന് വിവരം പറഞ്ഞു. ഇപ്പൊ ഉണ്ണിയെ വളർത്തുന്നത് ശരിക്കും ആരാണ്? അവിടുത്തെ പഴയ മുൻജന്മത്തിലുണ്ടായിരുന്ന ഭർത്താവാണത്. കാമദേവന്റെ അംശമായിക്കൊണ്ട്, കാമദേവന്റെ അവതാരമായിക്കൊണ്ട് രുക്മിണിക്ക് ഉണ്ടായതായിട്ടുള്ള ഉണ്ണിയാണത്. അതുകൊണ്ട് ആ വിവരങ്ങളെയൊക്കെ ആരെ അറിയിച്ചു? മായാവതി അറിയിച്ചു. മായാവതി അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉണ്ണിയെ വളർത്തിക്കൊണ്ടുവന്നു. ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായി? വേഗം വളർന്നു ഈ ഉണ്ണി. അല്ലെ, ഭഗവാന്റെ നിശ്ചയമായി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പറ്റുന്നത്? നാതിദീർഘേണ കാലേന സകാശ്മീരൂഢ യൗവനാം ജനയാമാസ നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം
വളരെ രസകരമായിട്ടാണ് അവിടെ വേദവ്യാസ മഹർഷി എഴുതിയിരിക്കുന്നത്. എന്താണ് അവിടെ രൂഢ യൗവന, നല്ല യൗവനം പ്രാപിച്ചതോടുകൂടി എന്തായി, ഇപ്പൊ പുറകിൽ നിന്ന് പെണ്ണുങ്ങൾ മാറുന്നില്ല. നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം, അല്ലെ, സുന്ദരികളായിട്ടുള്ളവരും ഒക്കെ ദാ ഈ സുന്ദരന്റെ പുറകെയായി അങ്ങനെ ദാ പിന്നെ എന്നിട്ടോ ഭഗവാന്റെ അതേ രൂപം എന്താണ്, സാതമ്പതിം പത്മദളായത്തെ ക്ഷണം പ്രലംബ ബാഹും നരലോക സുന്ദരം, അല്ലേ. അവിടെ പറയുന്നു ആ ഭഗവാൻ എങ്ങനെയൊക്കെയാണോ, ഭഗവാന്റെ താമര കണ്ണോട് കൂടിയിട്ടുള്ള ഭഗവാൻ, അല്ലെ, അതുപോലെ ആ താമര ദളത്തെ പോലെ ആ നീണ്ട നേത്രങ്ങള് പോരാ, അജാനബാഹുവായിട്ടുള്ള പ്രലംബബാഹും നരലോക സുന്ദരം, അങ്ങനെ അജാന ബാഹുക്കള് പോരാ, ആ ലജ്ജാഭരിതമായിട്ടുള്ള മന്ദഹാസത്തിൽ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ആ പുരികക്കൊടികളോട് കൂടിയിട്ടുള്ള കടൽക്കണ്ണ് നോട്ടത്തോട് കൂടിയിട്ട് കാമ ലീലാ വിലാസത്തോട് കൂടിക്കൊണ്ട് ആ നരലോക സുന്ദരം എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്ക് മനുഷ്യരില് ഏറ്റവും സുന്ദരനായിക്കൊണ്ട് എല്ലാവരെയും ഭ്രമിപ്പിച്ചുകൊണ്ട് ആ ഉണ്ണി വളർന്നു 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 വന്നു. രതീദേവി അല്ലെങ്കിൽ മായാദേവി ആകട്ടെ തന്റെ ആ ഭർത്താവിന്റെ ആ ഒരു അനുഭൂതി ഇപ്പൊ അനുഭവിച്ചു തുടങ്ങി. ഇത്രയും കാലം എങ്ങനെയാ വിളിച്ചിരുന്നത്, കുട്ട, മോനെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെയാണ് വിളിക്കുന്നത്, അത്തേട്ടോ എന്നൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രദ്യുമ്നന് തന്നെ ആകെ എന്തെന്നില്ലാത്തൊരു വിഷമം. ചോദിച്ചു, അല്ല അമ്മ ഇത്രയും കാലം മോനേന്ന് വിളിച്ച അമ്മ ഇപ്പം എന്താണ് ഇതൊക്കെ മാറിയിട്ട് താമാഹ ഭഗവാൻ കാശ്മീർ മാതസ്തേ മതിരന്യഥ, ആ മാതൃഭാവം അതിക്രമ്യ വർത്തസേ കാമിനീയഥ, എന്താ അമ്മ ഇങ്ങനെ മാതൃഭാവം മാറ്റിയിട്ട് ഒരു കാമിനിയുടെ രീതിയിൽ എന്നോട് പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ രതീദേവി എന്ത് ചെയ്തു, എല്ലാ വിവരവും ആ നാരദ മഹർഷി പറഞ്ഞു തന്നായിട്ടുള്ള വിവരമൊക്കെ പ്രദ്യുമ്നോട് പറഞ്ഞു കൊടുത്തു. അങ്ങ് ആരാണ് ശരിക്കും, ഭവാൻ നാരായണസ്തുത ശംബരേണ ആഹൃതോ ഗൃഹാൽ, അങ്ങയുടെ അവതാരം ശംബരാസുരനെ നിഗ്രഹിക്കാനാണ് എന്നും അങ്ങ് നാരായണന്റെ അംശമാണ് എന്നും, അതുകൊണ്ട് വേഗം തന്നെ ആ ശംബരാസുരനെ നിഗ്രഹിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് എല്ലാ വിവരങ്ങളും, മത്സ്യത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ അവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താണ്, അതുകൊണ്ട് അങ്ങ് വേഗം തന്നെ എന്ത് ചെയ്യണം, ശംബരാസുരന്റെ അടുത്ത് ചെന്ന് യുദ്ധം ചെയ്യണം. വെറുതെ പോയി യുദ്ധം ചെയ്യാൻ സാധിക്കുമോ? എന്തായാലും അസുരന്മാരാണ്, അവര് പലതരത്തിലുള്ള മായാവിദ്യകളൊക്കെ പ്രയോഗിക്കുമെങ്കിൽ അതെല്ലാം ആര് പറഞ്ഞു കൊടുത്തു, മായാവതി പറഞ്ഞു കൊടുത്തു. മായാവതി ആരാണ്, മായാവതി മഹാമായാം സർവമായ വിനാശിനി, എല്ലാ മായകളെയും ഇല്ലാണ്ടാക്കുന്നവളാണ് ആ മായാവതി. അതുകൊണ്ട് പലതരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവും, അല്ലെ. അസുരന്മാരായി കഴിഞ്ഞാല് എന്താണ്, എല്ലാ ദിക്കുകളിൽ നിന്ന് എവിടുന്നാ വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ശരീരമില്ലാതെ അസ്ത്രങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വിദ്യകളും ആ മായാവിദ്യ മുഴുവൻ പ്രദ്യുമ്നന് ഉപദേശിച്ചു കൊടുത്തു. പ്രദ്യുമ്നൻ എന്തായി, നേരെ ആ ശംബരാസുരന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു. അടുത്ത് ചെന്ന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് വെറുതെ അങ്ങോട്ട് ശകാരിക്കാൻ തുടങ്ങിയ ആ ശംബരാസുരനെ. അങ്ങനെ ശകാരവർഷം തുടങ്ങിയപ്പോഴും ആദ്യമൊന്നും ശംബരാസുരന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം എന്താണ്, കുട്ടിക്കാലം മുതൽ കാണുന്ന ഇയാളെ കാണുന്നതല്ലേ. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കോ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോ എന്താ പക്ഷേ അസുരന്മാരായി കഴിഞ്ഞാൽ അവർക്ക് ഈ ക്ഷമ നശിക്കും. അതുകൊണ്ട് എന്തായി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദേഷ്യം വന്നതോടുകൂടി എന്തായി, ഗത എടുത്തോണ്ട് അങ്ങോട്ട് ചെന്നു. അപ്പൊ പറഞ്ഞു, പ്രദ്യുമ്നനും വിചാരിച്ചു ഇത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. പിന്നെ ഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ. അങ്ങനെ അവിടെ പലതരത്തിലുള്ള ആയുധങ്ങളെ കൊണ്ട് സചമായാം തമാശ്രിത്യമയദർശിതാം മുമുചേസ്ത്രമയം വർഷം കാർഷോ വൈഹായസോസുര, പലതരത്തിലെ അസ്ത്രവർഷങ്ങളൊക്കെ ചെയ്തിട്ടും ആ മായാവിദ്യകളെ മുഴുവൻ എന്താണ് ആ മഹാവിദ്യാം സർവമായോപമർദിനീം, ആ മായാവിദ്യയെല്ലാം പഠിച്ചത് കൊണ്ട് പ്രദ്യുമ്നൻ അതിനെയൊക്കെ മായയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി പിന്നീടോ ഇതിനെ നേരിടുവാൻ വേണ്ടി ശംബരൻ മറ്റ് ഗുഹ്യകന്മാര് ഗൗഹ്യക ഗാന്ധർവ പൈശാചോരക രാക്ഷസീഹി പ്രായുങ്ദശതശോ ദൈത്യ കാർഷിർവ്യഥമയൽസതാഹ, ഗുഹ്യകന്മാര്, ഗന്ധർവന്മാര്, പിശാചുക്കള്, പിന്നെയോ പാമ്പുകള്, ഉരകങ്ങള്, രാക്ഷസന്മാര്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള രീതിയിൽ മായകളൊക്കെ അവിടെ പ്രയോഗിച്ചു. അവസാനം
പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? അവയെല്ലാം തന്നെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവസാനം ആ ശമ്പരാസുരന്റെ കിരീടത്തോടു കൂടി തന്നെ ആ ശിരസ് അവിടെ താഴിട്ടു. നോക്കൂ, അവിടെ പറയുന്നുണ്ട് 24ാമത്തെ ശ്ലോകം, നിശാതമതിമുദ്യമ്യ സകിരീടം സകുണ്ടലം ശമ്പരസ്യ ശിരക്കായാൽ താമസ്മശ്രോജസാഹരൽ. അവിടെ കിരീടത്തോടും അതുപോലെ തന്നെ ആ ചെമ്പിച്ച എന്താണ് ശ്മശ്രു, അങ്ങനെയാണ് പറയുന്നത്. താമ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പ്. ചെമ്പിച്ചത് എന്താണ്? ഈ താടി മുടികളോട് കൂടിയിട്ടുള്ള ആ ശരീരം നിലം പതിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ആഹീര്യമാണോതി വിജയസ്തുവദ്ധി കുസുമോത്കരൈഹി ഭാര്യ അംബരചാരിണ്യ പുരം നീതോ വിഹായസാം. ദേവന്മാരൊക്കെ ഇത് കണ്ടുകൊണ്ട്, ഇവന്റെ ഈ ദുഷ്ടനായിട്ടുള്ള അസുരനെ നിഗ്രഹിച്ചത് കണ്ടുകൊണ്ട് അവിടുന്ന് വേഗം തന്നെ എന്ത് ചെയ്തു? ആ അംബരചാരിണ്യ ആകാശവീതിയിൽ നിന്നും പുഷ്പാഞ്ജലികളൊക്കെ ചെയ്തുകൊണ്ട് അവരൊക്കെ സ്തുതിച്ചു അവിടുന്ന്. അങ്ങനെ ആ ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ള ഭാര്യയായിട്ടുള്ള മായാവതി, ആ മായാവതിയാൽ അനിരുദ്ധൻ എന്തായി? വേഗം തന്നെ ആ മായാവതിയെയും കൂട്ടിക്കൊണ്ട്, പ്രദ്യുമ്നൻ മായാവതിയെയും കൂട്ടിക്കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ. അങ്ങനെ പത്നി സമേതനായിട്ട് വന്നിട്ടുള്ള ആ പ്രദ്യുമ്നെയും അതുപോലെ തന്നെ മായാവതിയും കണ്ട് ദ്വാരകാവാസികളൊക്കെ അത്ഭുതപ്പെട്ടു. ആരായി വരുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ അതേ രൂപം. സാതം പതിം പത്മദളായതേ ക്ഷണം പ്രലംബാഹും നരലോക സുന്ദരം. അല്ലെ, ഭഗവാനെ പോലെ തന്നെ തോന്നുന്നതായിട്ടുള്ള ഭഗവാനാണോ ഈ വരുന്നതെന്നൊക്കെ ജനങ്ങളൊക്കെ ആദ്യം ഒന്ന് ശങ്കിച്ചു. വേഗം ചെന്ന് അടുത്ത് കൊട്ടാരത്തിൽ ചെന്നപ്പോ എന്താണ്? ഭഗവാൻ അവിടെ സുഖമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ ഭഗവാൻ അല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ എല്ലാവർക്കും അത്ഭുതമായി. രുക്മിണി ദേവി വേഗം പുറത്തേക്ക് വന്നു. അവിടെ വന്ന് ആ രുക്മിണി ദേവിയെയും കൂടി അവിടുന്ന് പറഞ്ഞു, പരിശോചതിതേ മാതാ കുരരീവ ഗത പ്രജാപുത്ര സ്നേഹ കുലാദീന വിവത്സാ ഗൗരിവാതുരാ. അങ്ങയുടെ മാതാവായിട്ടുള്ള രുക്മിണി ദേവി കുരരി പക്ഷിയെ പോലെ നിലവിളിക്കുകയാണ് അവിടെ. ശരിക്ക് ആ പുത്രസ്നേഹ പരവശയായിട്ടുള്ള അവര് അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും രുക്മിണി ദേവി ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെ മനസ്സിലായി? ആ പ്രദ്യുമ്നനെ മനസ്സിലായി എന്ന് പറയുകയാണ്. കാരണം പുത്രദുഃഖം ദിനേ ദിനേ, 10 മാസം ചുമന്നതായിട്ടുള്ള ആ അമ്മയ്ക്ക് എന്നും പുത്രൻ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ പോലും ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി തന്റെ കൂടെ തനിക്കുണ്ടായതായിട്ടുള്ള ആ ഉണ്ണിയാണ്, നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഉണ്ണിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് വേഗം തന്നെ നാരദ മഹർഷിയിൽ നിന്ന് ഈ വിവരം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്തും ഭഗവാൻ അവിടെ ഉണ്ട്. അവിടെ ഭഗവാൻ ഇതിലൊന്നും പ്രത്യേകിച്ചൊരു സങ്കടമോ പ്രത്യേകിച്ചൊരു സന്തോഷമോ ഒന്നും അവിടെ പ്രവർത്തിച്ചിട്ടില്ല. അവിടെ ഒന്നും അവിടെ ഭഗവാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അവിടെ വേഗം തന്നെ എന്ത് ചെയ്തു? ആ രുക്മിണി ദേവി അകത്ത് ചെന്ന് അഷ്ടമംഗല്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ആ മായാവതിയെയും പ്രദ്യുമ്നെയും ആ കൊട്ടാരത്തിലേക്ക് ആനയിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ അങ്ങനെ ആ ചെന്താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കോന്വതം നരവൈഡൂര്യ കസ്യവാ കമലേക്ഷണ ധൃതഃകയാവാ ജഠരേ കേയം ലബ്ധ്വാ ത്വനേനവാ. ചെന്താമരക്കണ്ണനായിട്ടുള്ള ആ മഹാപുരുഷൻ, അതായത് വൈഡൂര്യത്തോടു കൂടി ശോഭിക്കുന്നവൻ എന്നാണ് അവിടെ പറയുന്നത്. വൈഡൂര്യം പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ കമലാസനായിട്ടുള്ള ഭഗവാൻ ആരാ? ശരിക്ക് ആരുടെ പുത്രനായിരിക്കാം? ആരുടെ ഉദരത്തിൽ കിടന്നവനാകാം? കൂടെയുള്ള ഇവള് ആരായിരിക്കാം? എന്റെ സൂതികാഗൃഹത്തിൽ വന്ന് അപഹരിക്കപ്പെട്ട് എനിക്ക് ഒരു പുത്രനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കാം? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ലീലകളെയോ അല്ലെ ദുഃഖങ്ങളെയോ ഒന്നും അതൊന്നും മനസ്സിലേക്ക് ഒരു ലെവലേശം പോലും ബാധിക്കാത്ത, അപ്പോഴും ആ മുഖത്ത് ഉള്ള നിറപുഞ്ചിരിയോടുകൂടി അതിനെയൊക്കെ സ്വീകരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതോടെ. അപ്പം യഥാർത്ഥത്തില് ഇതിലൂടെ കാണിച്ചു തരുന്നത്
വിജ്ഞാതാർത്ഥോപി ഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദന നാരദോ കഥയിൽ സർവം ശമ്പരാഹരണാധികം. കാര്യങ്ങളെല്ലാം അറിഞ്ഞ ആളാണ് ആര്? ആ കൃഷ്ണൻ. കൃഷ്ണൻ അവിടെ എന്ത് ചെയ്തു? അവിടെ മൗനം ദീക്ഷിച്ചു എന്ന് പറയാം. തൂഷ്ണീമാസ ജനാർദ്ദന, തൂഷ്ണിയായിട്ട് അവിടെ നിന്നു. അവിടെ നാരദ മഹർഷി ശമ്പരൻ ബാലനെ അപഹരിച്ചത് എല്ലാം അവിടെ ചെന്ന വിവരം ഒക്കെ പറഞ്ഞു കൊടുത്തു. അതിലൊന്നും അവിടെ ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. ആ ഒരു അത്യത്ഭുത ശ്രവിച്ചതായിട്ടുള്ള ആ ഭഗവാന്റെ അന്തഃപുരവാസികളൊക്കെ വളരെ കാലമായിട്ട് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഉണ്ണിയെ അവിടുന്ന് തിരിച്ചു കിട്ടിയതോടുകൂടി അവരൊക്കെ അവിടുന്ന് സന്തോഷിച്ചു. ദേവകി വസുദേവശ്ച കൃഷ്ണരാമോ തഥാസ്ത്രീയ ദമ്പതീതൗ പരിഷ്വജ്യ രുക്മിണീചൈർമുദം. ദേവകി വസുദേവൻ രാമകൃഷ്ണന്മാര്, അന്തഃപുരത്തിലുള്ള സ്ത്രീകള്, പുരുഷന്മാര്, നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള പ്രദ്യുമ്നൻ വന്നതായിട്ട് അറിഞ്ഞതോടുകൂടി ഇപ്പൊ എന്തായി? ആ ദ്വാരകാവാസികൾ മുഴുവൻ ഇവിടെ പറയാണ്, നഷ്ടം പ്രദ്യുമ്നമായാതമാകർണ്യ ദ്വാരകൗകസ അഹോ മൃതൈവായാതോ ബാലോദിഷ്ട്യേതിഹാബ്രുവൻ. ആ മരിച്ച ഉണ്ണി ജീവൻ വെച്ച് മടങ്ങി വന്നതോടുകൂടി കഴിഞ്ഞപ്പം എന്തൊരു ഭാഗ്യമാണ് രുക്മിണിക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളൊക്കെ അവിടെ സന്തോഷിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ടോ അവസാനം 40ാമത്തെ ശ്ലോകം നോക്കൂ. യം വൈ മുഹു പിതൃസ്വരൂപ നിജേശഭാവാസ്തന്മാതരോ യദഭജൻ രഹരൂഢഭാവാഹ ചിത്രം നതൽഖലു രമാസ്പദ ബിംബേ കാമേ സ്മരേക്ഷി വിഷയേ വിമുനാന്യനാര്യ. ആ പ്രദ്യുമ്നനെ തന്നെ നോക്കുന്ന മാതൃസ്ഥാനമുള്ള കൃഷ്ണന്റെ മറ്റു പത്നിമാര് പോലും ആ കൃഷ്ണനുമായിട്ടുള്ള രൂപസാദൃശ്യം പോലും അദ്ദേഹത്തില് ഉണ്ടായതായിട്ടുള്ള ആ മൃദുല വികാരങ്ങള്, അതുപോലെ അന്യരെ അറിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് പലതും ഒളിപ്പിച്ചു വെച്ചതായിട്ടുള്ള ലീലകള്, അങ്ങനെ ആ ലക്ഷ്മീ വല്ലഭന്റെ തനി പകർപ്പായിട്ടുള്ള കാമദേവനിലെ സ്മരണ മാത്രം കൊണ്ട് മാത്രം ആ കാമവികാരം ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പം അങ്ങനെയുള്ള ആ ദേവനായിട്ടുള്ള ആ പ്രദ്യുമ്നെ കണ്ടതോടുകൂടി അവരില് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഉണ്ടായി എന്ന് പറയുകയാണ്. എന്തായാലും ഭഗവാന്റെ മറ്റ് വിവാഹ കഥകളൊക്കെ കൂടിയാണ് ഇനിയുള്ള ഭാഗങ്ങൾ. അപ്പൊ ഇവിടെ ഈ ഒരു അധ്യായം എന്തിനാണ് ചേർത്തതെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല അവിടെ പറയുന്നത്. എന്താണ്? ജീവിതത്തില് നമുക്ക് ഈ പലതരത്തിലുള്ള ബന്ധങ്ങളിൽ നമ്മൾ ഇന്ന് വെറുതെ വിശ്വസിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഈ ബന്ധങ്ങളിലുള്ള മമതയാണ് നമ്മളുടെ ദുഃഖത്തിനൊക്കെ കാരണം. ശരിക്ക് അവിടെ നമ്മളുടെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ മക്കളായിട്ടോ പലരും നമ്മളുടെ ഈ ശരീരത്തോട് ചേർത്ത് വരുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരിക്കലും നമ്മൾ ഒരു മമതാബന്ധം ഉണ്ടാവരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഭഗവാന്റെ ആ തൂഷ്ണീഭാവം, ആ മൗനം പാലിച്ചതായിട്ടുള്ള ഭഗവാൻ നമ്മളെ കാണിച്ചു തരികയായിരുന്നു. അവിടെ കുട്ടികൾ ഉണ്ടാവുക, കുട്ടികൾ നഷ്ടപ്പെടുക, ഇതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് അത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും നമ്മൾ ഒരിക്കലും വിശ്വസിച്ചുകൊണ്ട് അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന്. നമുക്ക് ബന്ധം ആരേ ഉള്ളൂ? നമുക്ക് ഒരേ ഒരു ബന്ധം എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ നമ്മളെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ആ ഒരേ ഒരു ചൈതന്യമായിട്ടുള്ള ആ ഒരു ബന്ധു മാത്രമേ നമുക്കുള്ളൂ. അതിനെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. മറ്റ് മാറ്റങ്ങളൊക്കെ അതൊക്കെ എന്താണ് ശരിക്കും? ഇതൊക്കെ ഈശ്വരേച്ഛയായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും ആ ഉത്തരവാദിത്വങ്ങളെയൊക്കെ നമ്മൾ തലയിലേക്ക് എടുത്ത് വെക്കുമ്പോഴാണ് ദുഃഖത്തിന് കാരണമാകുന്നത്. അപ്പം ഇവിടെ എങ്ങനെയാണോ ഭഗവാൻ ആ ഒരു പുഞ്ചിരിയോടുകൂടി തന്റെ നഷ്ടപ്പെട്ടപ്പോഴും സങ്കടപ്പെട്ടിട്ടില്ല, തിരിച്ചു കിട്ടിയപ്പോഴും സന്തോഷിച്ചിട്ടില്ല. എന്തേ കാരണം? ഇതിനൊക്കെ കാരണം ആരാണ്? ഇതിനൊക്കെ കാരണം തന്റെ ഉള്ളിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർണയിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സത്യത്തെ ഉറപ്പിച്ചു. അവിടെ അവിടെ പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല അവിടെ. അതുകൊണ്ട് ആ ഒരു സത്യത്തെ നമ്മൾ കാണിച്ചു തരിക. അതുപോലെ ഈ ജീവിതത്തിൽ നമ്മളുടെ ആനുകാലികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഇന്ന് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ദുഃഖിക്കുന്നു, കുട്ടികൾ ഉണ്ടായിട്ട് അവരെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർ അനുഭവിക്കുന്നു. അപ്പം ഇതെല്ലാം ഒന്നും സുഖം എന്നുള്ളത് ഒരിക്കലും ഇതൊന്നും അല്ല. പിന്നെ എന്താണ് സുഖം? സുഖം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ കർമ്മങ്ങൾക്ക് ആധാരമായിക്കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഈശ്വരനെ അറിയലാണ് പരമാനന്ദ സുഖം. ആ സുഖത്തിന് പിന്നെ മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പം അതാണ് ആ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു സത്യത്തെ നമ്മൾ അറിയുക. അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക്
പാരായണത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ പ്രഭാഷണം ഒക്കെ നമുക്ക് ഗുരുനാഥന്റെയും അതുപോലെ തന്നെ ഭഗവാന്റെയും ഒക്കെ പാദങ്ങളിൽ ആ പൂജാപുഷ്പങ്ങളായിക്കൊണ്ട് സമർപ്പിക്കാം.